ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയും നടനുമായ പവൻ കല്യാണിന്റെ മകന് തീപിടുത്തത്തിൽ ഗുരുതര പരിക്ക്. സിംഗപ്പൂരിലെ സ്കൂളിലുണ്ടായ തീപിടുത്തത്തിലാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. പവൻ കല്യാണിന്റെ ഇളയ മകനായ 8 വയസ്സുള്ള മാർക്ക് ശങ്കറിനാണ് കൈക്കും കാലിനും ഉൾപ്പെടെ പൊള്ളലേറ്റിരിക്കുന്നത്. ഇപ്പോൾ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ടൊമാറ്റോ കുക്കിംഗ് സ്കൂൾ എന്ന വെക്കേഷൻ ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത്. 15 കുട്ടികൾക്ക് തീപിടുത്തത്തിൽ ഗുരുതരമായി പൊള്ളലേറ്റെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെ 9:45 തീപിടുത്തമുണ്ടായത്. അരമണിക്കൂറിലേറെ സമയമെടുത്താണ് തീ അണച്ചത്. തീപിടുത്തമുണ്ടായ ഉടനെ തന്നെ അടുത്തുണ്ടായിരുന്ന നിർമ്മാണ തൊഴിലാളികളാണ് കുട്ടികളെ പുറത്തെത്തിച്ചത്. അഗ്നിശമന സേനയും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നു. മാർക്ക് ശങ്കർ അമിത അളവിൽ പുക ശ്വസിച്ചതിനെ തുടർന്ന് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ നേരിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കുഞ്ഞ് അമ്മയോടൊപ്പം സിംഗപ്പൂരിലായിരുന്നു താമസം. അതേസമയം അല്ലൂരി സീതാരാമരാജു ജില്ലയിലെ ഔദ്യോഗിക പര്യടനം ചുരുക്കി പവൻ കല്യാൺ സിംഗപ്പൂരിലേക്ക് പോവാൻ പാർട്ടി നിർദ്ദേശിച്ചെങ്കിലും പര്യടനം പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും പവൻ കല്യാൺ സിംഗപ്പൂരിലേക്ക് പോവുക എന്നാണ് ജനസേനയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത്. പവൻ കല്യാണിനും ഭാര്യ അന്ന ലഷ്നേവയ്ക്കും 2017 ഒക്ടോബർ 10 മകൻ മാർക്ക് ശങ്കർ ജനിച്ചത്. റഷ്യൻ മോഡലായിരുന്ന അന്ന ലഷ്നോവ പവൻ കല്യാണിന്റെ മൂന്നാമത്തെ ഭാര്യയാണ്. 2011 തീൻമാർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ഇരുവരും കണ്ടുമുട്ടുന്നത്. 2013 സെപ്റ്റംബർ 30 ഇവർ വിവാഹിതരാകുന്നത്. 2024 ആന്ധ്ര തെരഞ്ഞെടുപ്പിലാണ് TDP-BJP സഖ്യത്തിൽ മത്സരിച്ച് പവൻ കല്യാണിന്റെ ജനസേന വൻ വിജയം നേടുന്നത്. പിന്നാലെ പവൻ കല്യാൺ ആന്ധ്ര മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഇപ്പോൾ സിനിമ അഭിനയത്തിന് താൽക്കാലിക ഇടവേള നൽകിയിരിക്കുകയാണ് താരം. ഹരേ വീര മല്ലു എന്ന ചിത്രമാണ് പവൻ കല്യാണിന്റേതായി ഇറങ്ങാനുള്ള ഇനിയുള്ള ചിത്രം.